നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ടുള്ള ക്യാരറ്റ് പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് പീസ് പൊട്ടാറ്റോ വേണം. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ്, പിന്നെ ഏതെങ്കിലും ഒരു തരം അരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കഷ്ണം ക്യാരറ്റ് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ എടുത്ത ഹാഫ് പീസ് പൊട്ടാറ്റോ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ള 1/3 കപ്പ് പച്ചരി ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഏത് പാത്രത്തിലാണോ നിങ്ങൾ വേവിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ അരിയും അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച പൊട്ടാറ്റോ ക്യാരറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുഞ്ഞു മക്കൾക്ക് ആയതുകൊണ്ട് തന്നെ ഉപ്പൊന്നും തീരെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉപ്പ് പിന്നെ സെർവ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കുഞ്ഞു മക്കൾക്കായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 8 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നന്നായിട്ട് ഉടച്ചിട്ട് കഴിഞ്ഞാൽ 8 മാസം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കുന്നതാണ്. നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ വിശപ്പൊക്കെ പെട്ടെന്ന് മാറുന്ന നല്ലൊരു ഇതാണ്. ഇപ്പോൾ നമുക്ക് എന്നും കഞ്ഞിയൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ബേബി സെർവിങ് പാത്രത്തിലേക്ക് ഞാൻ അത് മാറ്റുകയാണ്. അപ്പോൾ ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി.